അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ സഹാബി സൈന്യവും പരിശുദ്ധ മക്കായിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. റമദാൻ മാസമാണ്. അവർക്കെല്ലാവർക്കും നോമ്പുണ്ട്. അതുകൊണ്ട് അവർക്ക് നോമ്പ് തുറക്കാനുള്ള ഒരു സൗകര്യത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയമെല്ലാം ആയിരുന്നു. അപ്പോഴാണ് അവർ ഖദീദ് എന്ന സ്ഥലത്തെത്തിയത്. ഖദീദ് എന്ന് പറഞ്ഞാൽ ഖുദൈദിൻ്റെയും ഉസ്ഫാനിൻ്റെയും ഇടയിലുള്ള, ഉസ്ഫാൻ കഴിഞ്ഞ് പിന്നെ ഖുദൈദിൽ എത്തുന്നതിൻ്റെ മുമ്പുള്ള ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. ഏതെങ്കിലും ചെറിയ കുടുംബങ്ങളൊക്കെ താമസിക്കുന്ന സെറ്റിൽമെൻറ്റുകളാണ് സത്യത്തിൽ അവിടുത്തെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. ഏതായിരുന്നാലും അവിടെ എത്തിയപ്പോൾ എല്ലാവരും അവിടെ ഇറങ്ങി നോമ്പ് തുറന്നു. ചെറിയൊരു വിശ്രമത്തിന് ശേഷം അവർ വീണ്ടും യാത്ര തുടർന്നു. കാരണം അവർക്ക് അന്നേ ദിവസം രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു സ്ഥലം ആയിരുന്നില്ല അത്. അതുകൊണ്ട് അവർ വീണ്ടും അവിടെ നിന്ന് അപ്പോൾ തന്നെ നോമ്പ് തുറന്ന് ഒന്ന് വിശ്രമിച്ച ഉടനെ തന്നെ അവർ ഇറങ്ങി. അങ്ങനെ നേരെ അവർ മറുൽ ലഹ്റാനിലേക്ക് പോയി. മറുൽ ലഹ്റാനിൻ്റെ ഇങ്ങേ തലയിൽ, അതിന് വാദി ഫാത്തിമ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇശാ സമയത്തായപ്പോൾ അവർ അവിടെ എത്തി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് രാത്രി അവിടെയാണ് തമ്പടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് മക്കയിൽ പെട്ട സ്ഥലമല്ല, പക്ഷേ മക്കയുടെ ഏറ്റവും അടുത്ത ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ ഒരു ഇത്രയും വലിയ 10,000 ആൾക്കാരുള്ള ഒരു സൈന്യം എത്തി എന്ന് പറയുമ്പോൾ ആ 10,000 പേരെ കാണാനൊന്നും കഴിയില്ല. കാരണം ഒന്നാമത് രാത്രിയാണ്, കാണാനൊന്നും കഴിയില്ല. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് ഒരു നീക്കം നടത്തി. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ വന്നിരിക്കുന്നു എന്ന ഒരു സന്ദേശത്തിൻ്റെ ഒരു സൂചന നൽകാൻ നബി ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ ഫലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്ദേശം എങ്ങനെയാണ് മക്കക്കാർക്ക് കൈമാറുന്നത് എന്നത് വളരെ മനോഹരമായ, അല്ലെങ്കിൽ വളരെ ചിന്തനീയമായൊരു മാർഗത്തിലൂടെയാണ്. മറ്റൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും തീ കത്തിക്കാൻ പറഞ്ഞു. നമുക്ക് തീപ്പന്തങ്ങൾ എന്ന് പറയാം. അങ്ങനെ എല്ലാവരും തീ കത്തിച്ചു. അതായത് വാദി ഫാത്തിമ എന്ന് പറയുന്നത് ഒരു മലഞ്ചെരുവാണ്. ആ മലഞ്ചെരുവിലെ തമ്പടിച്ച ഈ സൈനികർ 10,000 വിളക്കുകൾ കത്തിച്ചതുപോലെ, അല്ലെങ്കിൽ 10,000 പന്തങ്ങൾ കത്തിച്ചതുപോലെ, എന്തൊക്കെയാണ് അവർ കത്തിച്ചത് അതിനെ സംബന്ധിച്ചൊന്നും കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലും നമ്മുടെ ഒരു അനുമാനം അനുസരിച്ച് 10,000 വിളക്കുകൾ അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ അത് കണ്ട് കുറേ ആൾക്കാർ, മക്കയിലുള്ള കുറേ ആൾക്കാർക്ക് രാത്രിയാകുമ്പോഴും ഇത്രയും വലിയ ഒരു പ്രകാശത്തിൻ്റെ ധവളിമ കാണുമ്പോൾ എന്തോ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഏതായിരുന്നാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന പ്രകാരം അവർ ഈ തീയൊക്കെ കത്തിച്ചു. ഇങ്ങനെ അവർ അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അബ്ബാസ് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അടിസ്ഥാനപരമായ ഒരു കാരുണ്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ ചോരയിലൂടെയാണല്ലോ അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനും തന്നെ ഈ തൻ്റെ ജനതയോട് കാരുണ്യം കാണിക്കണമെന്നൊരു പക്ഷക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹവും അവിടെ വെച്ച് മക്കക്കാരെ എങ്ങനെയെങ്കിലും സമാധാനത്തിലേക്ക് കൊണ്ടുവരണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ രാത്രി തന്നെ മക്കയിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും മക്കയിലെ നേതാക്കന്മാർക്ക്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, മുഹമ്മദ് നബിയും തൻ്റെ വലിയ സേനയും മക്കയെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ ഇന്ന് ചെറുത്ത് നിൽക്കുവാനോ പിടിച്ചു നിൽക്കുവാനോ നേരിടുവാനോ തോൽപ്പിക്കുവാനോ ഒന്നും കഴിയാത്ത അത്രയും വലിയൊരു സേനയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനും മുതിരരുത്. നിങ്ങൾ നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് നബി മക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നബിയോട് അഭയം വാങ്ങിക്കണം എന്ന് പറയുക എന്നതായിരുന്നു മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിലെ ഒരു ഉദ്ദേശം. അത് നബിയോട് അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നബി അത് അനുവദിച്ചിട്ടുണ്ടാവും. നബി അനുവദിക്കാതെ അദ്ദേഹം അത് ചെയ്യില്ല. പക്ഷേ ചരിത്രങ്ങളിൽ അങ്ങനെ പറയുന്നില്ല, ചർച്ചയെക്കുറിച്ച് പറയുന്നത് കാണുന്നില്ല. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രതിനിധി എന്ന നിലക്കാണ് താൻ പോകുന്നത്, പറയുന്നത് എന്ന വിവരം, എന്ന ഒരു ബോധ്യം അവർക്കുണ്ടാകാൻ വേണ്ടി അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു സൂത്രം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഒട്ടകമുണ്ടായിരുന്നു, ഒട്ടകമല്ല, ഒരു തട്ടുകുതിര,
ഒരു ബഗലത്ത്, അതിൻ്റെ മുകളിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരുന്നത്. അപ്പോൾ നബിയുടെ ആ ഒരു കുതിരയുടെ പുറത്താണ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പോകാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അദ്ദേഹം സമീപ പ്രദേശത്തേക്ക്, മക്കത്തേക്കൊന്നും പോകുന്നില്ല, സമീപ പ്രദേശത്തേക്ക് മർറുൽ ലഹ്റാനിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഒന്നിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. അങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സുരക്ഷിതരാവുക, അല്ലെങ്കിൽ നബിയുടെ മുമ്പിൽ വന്ന് അഭയം തേടുക എന്നതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം മക്കയിൽ അബൂ സുഫിയാൻ, അതുപോലെ തന്നെ ഹക്കീം ബിൻ ഹിസാം, അതുപോലെ തന്നെ ബുദൈൽ ബിൻ വർഖ, ഇവർ 3 പേരും ടോപ്പ് നേതാക്കന്മാരാണ് മക്കയിലെ ഈ സമയത്തുള്ള. അവർ എന്തോ ചില നീക്കങ്ങൾ അല്ലെങ്കിലും അവർ ഉറച്ചു നിൽക്കുന്ന സമയമാണ്. പിന്നെ മുസ്ലിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് തീർച്ചയായും നേരത്തെ ഉണ്ടായ സംഭവത്തിനുള്ള ഒരു പ്രതികരണം ഉണ്ടാകും. കാരണം ഹുദൈബിയ സന്ധി ഫലത്തിൽ ഖുറൈശികൾ തകർത്തു അല്ലെങ്കിൽ ലംഘിച്ചു എന്നാണല്ലോ അതിൻ്റെ വ്യാഖ്യാനം. അതുകൊണ്ട് തന്നെ ഏത് സമയവും ഒരു യുദ്ധ നീക്കം ഉണ്ടാവാം, ഒരാക്രമണം ഉണ്ടാവാം എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണഗതിയിൽ തന്നെ രാത്രിയിൽ അങ്ങനെയുള്ള വല്ല ശത്രു നീക്കവും നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയൊക്കെ ഇങ്ങനെ മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഈ മർറുൽ ലഹ്റാൻ ആ ഭാഗത്താണ് ശരിക്കും മദീനയുടെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. മദീന ഭാഗത്തിൽ നിന്ന് വരുന്ന ആൾക്കാർ മക്കയിലേക്ക് കടക്കുന്നത് ഈ വാദി ഫാത്തിമ, ഈ ഖുദൈദ്, ഖദീദ് തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ വന്നുകൊണ്ടാണ് മക്കയിലേക്ക് കടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗത്ത് എപ്പോഴും അവരുടെ കണ്ണും കൽബും നട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു അവർ അങ്ങനെ ചെയ്തത്. ഏതായിരുന്നാലും അങ്ങനെ അവരെ വന്ന് അവിടെ അങ്ങനെ ചർച്ച ചെയ്തു. അപ്പോഴാണ് അവർ ഈ തീ കത്തുന്നത് കണ്ടത്. ഈ തീ കത്തുന്നത് കണ്ടപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ഇത് ആരായിരിക്കാം, ഇത് ഒരുപക്ഷെ ബനൂ ഖുസാഅക്കാരായിരിക്കാം, അവരുടെ യുദ്ധത്തിൻ്റെ ആഗ്രഹം ഇനിയും തീർന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാലും പല അനുമാനങ്ങളും അവർ നടത്തിയാലും അവർക്ക് ആർക്കും അതിൽ വിശ്വാസം വരുമായിരുന്നില്ല. കാരണം അത്രമേൽ വലിയൊരു സംഘമാണ് അവിടെ ഉള്ളത് എന്ന് മനസ്സിലാകുമായിരുന്നു. അങ്ങനെ അവർ ഇതാരായിരിക്കാം, ആരാണ് ഇപ്പോൾ ഈ മർറുൽ ലഹ്റാനിൽ വാദി ഫാത്തിമയിൽ തമ്പടിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള അനുമാനങ്ങളും സംസാരങ്ങളൊക്കെ നടത്തുന്നത്. ആ സംസാരം കേട്ടുകൊണ്ടാണ് അതിൻ്റെ ഒരു വെളിപ്പാട് അകലത്തിലൂടെ മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബിയുടെ കുതിരപ്പുറത്ത് കടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചു, ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി. ഉടനെ അദ്ദേഹം വിളിച്ചു, യാ അബാ ഹൻളല. അബൂ ഹൻളല എന്നായിരുന്നു അബൂ സുഫിയാൻ ബിൻ ഹർബിനെ വിളിക്കാറുണ്ടായിരുന്നത്. ആ ശബ്ദം അബൂ സുഫിയാൻ തിരിച്ചറിഞ്ഞു. അബൂ സുഫിയാൻ തിരിച്ചു വിളിച്ചു, യാ അബൽ ഫളൽ, യാ അബൽ ഫളൽ, ഓ അബ്ബാസ്. അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് അടുത്ത ആൾക്കാരാണ്. ഏതായിരുന്നാലും അതോടുകൂടെ രണ്ട് വിഭാഗവും തമ്മിൽ സന്ധിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.